ഇതിനകത്ത് ഈ കാണുന്ന ഇപ്പൊ അക്സസറി സെക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ കാണുന്ന ഈ ഇതുണ്ട്, ഈ ഒരു കവർ, ഈ കവറാണ് അക്സസറി സെക്ഷൻ. അപ്പൊ ഇതിനകത്ത് ഒത്തിരി ഗിയറുകളുണ്ട്. നമ്മൾ ഇതുണ്ടോ ഗിയറുകളുണ്ടോ, ഈ ഗിയറിലോട്ടാണ് നമ്മൾ ഈ കൊണ്ട് ഓരോ സാധനങ്ങൾ കയറ്റി വെക്കുന്നത്. മാഗ്നറ്റ് വരെ ഓയിൽ പമ്പൊക്കെ കൊണ്ട് കയറ്റി വെക്കുന്നത് ഇതിലൊക്കെയാണ്. അപ്പം അത് ഇതെന്നുള്ള ഗിയർ കണക്ഷൻ എടുത്തിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓയിൽ പമ്പ് ഡ്യൂപ്ലിക്കേറ്റിംഗ് ഓയിലിന്റെ ടാങ്ക്, ഓയിൽ ടാങ്ക് ഡ്യൂപ്ലിക്കേറ്റിംഗ് ഓയിൽ ടാങ്ക് അവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇൻടേക്ക് മാനിഫോൾഡ് ആണ് ഈ കാണുന്നത്. എന്ന് വെച്ചാൽ കാർബറേറ്റർ കൊണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടായിരിക്കും. അപ്പം ഇവിടുന്ന് 4 എഞ്ചിനിലോട്ട് ഒരുപോലെ ഇവിടെ വന്ന് ഇവിടാണ് എല്ലാം ഇൻടേക്ക് വാൽവ്. ഇവിടെ ഇൻടേക്ക് വാൽവ്. അത് വന്നിട്ട് വാൽവ് ഓരോന്ന് ഓപ്പൺ ആകുന്നതനുസരിച്ച് ഇതിനകത്തോട്ട് കയറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇൻടേക്ക് വാൽവ്. സാധാ ടാങ്കേഴ്സ് മൊത്തം 2 ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതിന് റേഡിയൻറ്റിന്റെ ടാങ്കേഴ്സിന് 2-3 പാർട്ട് കാണും. സിലിണ്ടർ അറ്റാച്ച് ചെയ്യുന്ന ഒരെണ്ണം കാണും, പിന്നെ കുറേ ആക്സസറീസ് നിൽക്കുന്ന ഒരു ഇത് കാണും, പിന്നെ പ്രൊപ്പലറിന്റെ ഇവിടെ കുറേ ആക്സസറീസ് ഇതുണ്ടോ. ഇവിടെ മറ്റേ ക്യാം ലോഗോ എന്തോ ക്യാം ഡ്രം ആ സാധനം ഈ കാണുന്നതാണ്. ഇതിത്തെ കണ്ടോ, ഇത് ഓരോ ട്രാക്കിൽ കൂടെയാണ് ഈ വാൽവ് ടാപ്പറ്റ് കണ്ടോ നിൽക്കുന്നത്. ഇത് റെഡി ചെയ്യുന്നതനുസരിച്ച് ഓക്കെ. ഇതിനകത്ത് റിഡക്ഷൻ ഗിയർ ഉണ്ട്. ഇതുണ്ടോ, ഈ ഗിയർ കാണുന്നുണ്ടോ? പ്രൊപ്പല്ലറിന് ഒരു കുഴപ്പമുണ്ട്, ഇത് ഭയങ്കര വലിയ എഞ്ചിനാണ്, ഒത്തിരി സിലിണ്ടർ ഉണ്ട്, ഭയങ്കര പവർ ഉണ്ടാക്കുന്നുണ്ട്. പ്രൊപ്പല്ലറിന് സ്പീഡ് കൂടി 760 miles/hour. ഇതിന് ഞാൻ പറയാം, ഇതിനും അവിടെ ഒരേ ടൈമിൽ ഇതിന് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാം. പ്രൊപ്പല്ലറിന്റെ ഒരു ഡിഫക്റ്റാണ് പറയുന്നത്. പ്രൊപ്പല്ലറിന്റെ ഈ ഭാഗത്ത്, ഈ ടിപ്പിനും ഈ ബോട്ടം ഭാഗത്തിനും ഒരേ ടൈമിൽ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ അത് ഒരു റൊട്ടേറ്റ് ചെയ്ത് ഈ വരുന്ന സമയം കൊണ്ട് ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടം വരെ വരണം. അപ്പൊ എന്തായിരിക്കും ഇവിടെ നടക്കുന്ന പരിപാടി? ഇതിന് കുറച്ച് ദൂരം വന്നാൽ മതി, അതിന് കൂടുതൽ ദൂരം പോകണം. അപ്പൊ എന്ത് ചെയ്യും? അവിടെ സ്പീഡ് കൂടുതലായിരിക്കും. അതിന് സ്പീഡ് കൂടുതൽ പോയാലേ സെയിം ടൈമിൽ ഇവിടെ എത്താൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ എഞ്ചിന്റെ സ്പീഡിന്റെ ഒരു പ്രശ്നമുണ്ടോ, മാറ്റാൻ പറ്റില്ല. മായ്ക്ക് 750 miles/hour. ചിലപ്പോൾ ഇവിടെ എഞ്ചിന്റെ ഒരു പർട്ടിക്കുലർ RPM കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടിപ്പ് സൗണ്ടിന്റെ സ്പീഡ് ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ എഫിഷ്യൻസി മുഴുവൻ പോകും. പ്രൊപ്പല്ലറിന്റെ എഫിഷ്യൻസി പോകുന്ന ഒരു പരിപാടിയാണ് ടിപ്പിന്റെ സ്പീഡ്, സൗണ്ട് സ്പീഡ് ക്രോസ് ചെയ്യാന്ന് പറയുന്നത്. അതൊരു ഡിഫക്റ്റ് ആണ് പ്രൊപ്പല്ലറിന്. പക്ഷേ എഞ്ചിന് നമുക്ക് പവർ കുറയ്ക്കാൻ പറ്റില്ല. എഞ്ചിന് പവർ കുറച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? ഈ എയർക്രാഫ്റ്റ് ഒത്തിരി ലോഡുമായിട്ട് പോകുന്ന എയർക്രാഫ്റ്റാണ്. ഇതിന് വലിയ സ്പീഡിലായും എഞ്ചിൻ പവർ ഉണ്ടെങ്കിൽ ആ ലോഡിന് എടുത്തുകൊണ്ട് കൊടുക്കണം. പക്ഷേ എഞ്ചിന്റെ പവർ കുറച്ചിട്ട് ഇതിന്റെ സ്പീഡ് കുറയ്ക്കാൻ നമുക്കൊരു വഴിയുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോഡ് കൊണ്ടുപോകാൻ പറ്റത്തില്ല എയർക്രാഫ്റ്റിന്. അപ്പൊ അതിന് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിന് പവർ വേണമെന്തായാലും ഇതിന്റെ സ്പീഡ് കുറവായിരിക്കണം. അതിന് നമ്മൾ ഗിയർ കൊടുക്കും. ക്രാങ്ക് ഷാഫ്റ്റ് എന്നുള്ളതിന് പ്രൊപ്പല്ലർ നമ്മൾ ഗിയർ കൊടുത്തിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. എന്നുവെച്ചാൽ റിഡക്ഷൻ ഗിയർ ആയിരിക്കും. റിഡക്ഷൻ ഗിയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ക്രാങ്ക് ഷാഫ്റ്റിലെ ഗിയറിന് സൈസ് കുറവായിരിക്കും. ആണോ? ക്രാങ്ക് ഷാഫ്റ്റിലെ ഗിയറിന് സൈസ് കുറവായിരിക്കും, ഇറ്റാലിയൻ ഗിയറിന് സൈസ് കൂടുതലായിരിക്കും. അങ്ങനെയാണല്ലേ സ്പീഡ് കുറയത്തുള്ളൂ. ആണോ? അതെ. സാർ ഒരു സംശയം, അപ്പൊ നമ്മൾ ഈ സൗണ്ടിന്റെ സ്പീഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ മറ്റേ സോണിക് ബൂം അവിടെ എന്തോ വേറെ പരിപാടികളാണ് നടക്കുന്നത്. അതെന്നാന്ന് എനിക്കറിയത്തില്ല. അവിടെ തിയറി വരുന്നു, സൗണ്ടിന്റെ സ്പീഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എഫിഷ്യൻസി പോകും. അത്ര എനിക്കറിയാം. എന്തോ ഉണ്ട് അവിടെ നടക്കുന്നുണ്ട്. എന്താ നടക്കുന്നത് എനിക്കറിയില്ല. മാക് നമ്പർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്, അതറിയാം. പ്രൊപ്പല്ലറിന് ഇപ്പൊ മാക് നമ്പർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിനകത്ത് അതിന്റെ പരിപാടി വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണുമായിരിക്കും ചിലപ്പോൾ. ടോപ്പ് വേവിന്റെ എന്തെങ്കിലും പ്രശ്നം കാണും. ഇത് എയർഫോയിൽ തന്നെയാണ്, എന്തെങ്കിലും പ്രശ്നം കാണും. ടോപ്പ് വേവിന്റെ പ്രോബ്ലം കാണാൻ ചാൻസ് ഉണ്ട്. അതെന്നാന്ന് എനിക്കറിയില്ല. അത് തിയറി നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം, എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക്